ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസാക്ഷൻസിൽ ഫോർത്ത് മൊഡ്യൂൾ സ്പീക്കിംഗ് സ്കിൽസിൽ കോൺവെർസേഷണൽ ടാബോസ് എന്ന പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. കോൺവെർസേഷണൽ ടാബുവിന് മുമ്പ് എന്താണ് ടാബു എന്ന് വെച്ചാൽ? ടാബു എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ റിലീജിയൻ ചില കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ചില പ്രവൃത്തികളാവാം, വാക്കുകളാവാം. എ സോഷ്യൽ ഓർ റിലീജിയസ് കസ്റ്റം പ്രോഹിബിറ്റിംഗ് ഓർ റെസ്ട്രിക്റ്റിംഗ് എ പെർട്ടിക്കുലർ പ്രാക്ടീസ്. ഒരു പ്രവൃത്തിയെയോ വാക്കിനെയോ ഒക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ തടയുന്ന ഒരു സോഷ്യൽ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കസ്റ്റമാണ് ടാബൂസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് കോൺവെർസേഷണൽ ടാബൂസ് ആണ്. അതായത് നമ്മുടെ സോഷ്യൽ കസ്റ്റംസും റൂൾസും ഒക്കെ വിലക്കിയിട്ടുള്ള വേ ഓഫ് സ്പീക്കിംഗ് ആണ് കോൺവെർസേഷണൽ ടാബൂസ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു മര്യാദയില്ലാത്ത സംസാരം, നമ്മുടെ ഒരു വിലക്കപ്പെട്ട ഫോർബിഡൻ ആയിട്ടുള്ള വേ ഓഫ് സ്പീക്കിങ്ങിനെയാണ് കോൺവെർസേഷണൽ ടാബൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ മരിച്ചു, അപ്പോൾ നമ്മൾ പറയുക അദ്ദേഹം മരണപ്പെട്ടു. അതൊരു നോർമൽ വേ ഓഫ് സ്പീക്കിംഗ് ആണ്. ബട്ട് അയാൾ ചത്തു എന്ന് പറയുന്നത് ടാബു ആണ്. അത് കാരണം അതൊരു മര്യാദയുള്ള സംസാരമല്ല. ടെക്സ്റ്റിൽ എ എന്ന വ്യക്തി പറയുകയാണ്, ഐ ഹാവൻ സീൻ ജാനകി ഫോർ ഇയേഴ്സ്, ഹൗസ് ഷീ? ഞാൻ കുറേ കൊല്ലങ്ങളായി ജാനകിയെ കണ്ടിട്ടില്ല, അവളിപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ബി പറയുകയാണ്, ഡെഡ്, ഷീ ഡൈഡ് ജസ്റ്റ് ബിഫോർ ക്രിസ്മസ്. ഇവിടെ ഡെഡ് എന്ന് പറയുന്നത് വളരെ ഒരു റൂഡായിട്ടാണ് പറയുന്നത്, മര്യാദയില്ലാതെയാണ്. പകരം നമുക്ക് പറയാം ഷീ പാസ്ഡ് അവേ അല്ലെങ്കിൽ വി ലോസ്റ്റ് ഹെർ എന്നൊക്കെ പറയാം. അതൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ്. പക്ഷേ ഡെഡ് എന്ന് പറയുന്നത് വളരെ റൂഡാണ്. അതാണ് ഇവിടെയുള്ള ടാബു. നമുക്ക് ടെക്സ്റ്റിൽ ഒരു ടീച്ചറും പാരൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ കാണാൻ പറ്റും. അതിൽ ഒരുപാട് ടാബൂസ് കാണാം. അപ്പോൾ നമുക്ക് കോൺവെർസേഷൻ നോക്കാം. ടീച്ചർ പറയുകയാണ്, യു ഫൈനലി കെയിം, അവസാനം നിങ്ങൾ വന്നോ? അപ്പോൾ അത് വളരെ റൂഡാണല്ലേ, കാരണം ഒരു പാരൻറ്റ് വരുമ്പം നമ്മൾ അങ്ങനെയാണോ പറയേണ്ടത്? സോ അതൊരു ടാബു ആണ്. അപ്പോൾ പാരൻറ്റ് പറയുകയാണ്, യെസ്, വാട്ട് യു വാണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ഇതും ഒരു ടാബു ആണ്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, നിങ്ങളുടെ മകളുടെ കാര്യം വളരെ കഷ്ടമാണെന്ന്. അപ്പോൾ ഒരു പാരൻറ്റിനോട് ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അതൊരു ടാബു ആണ്. ദെൻ പാരൻറ്റ് പറയുകയാണ്, വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്, നിങ്ങൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഈ കോൺവെർസേഷൻ ഫുൾ ഓഫ് ടാബൂസ് ആണ്. ഒരു ടാബുവിൻ്റെ എക്സാമ്പിൾ, നിങ്ങൾ ഈ കോൺവെർസേഷൻ വായിക്കുമ്പോൾ എന്താണ് ടാബു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ടീച്ചർ പറയുകയാണ്, നിങ്ങളുടെ മകളുടെ പഠനത്തിനെക്കുറിച്ച് ഞാൻ വളരെ വെറീഡാണ്. ദെൻ പാരൻറ്റ് പറയുകയാണ്, ഗിവ് മീ എൻ എക്സാമ്പിൾ. ദെൻ ടീച്ചർ പറയുന്നു, അവളുടെ മാത്തമാറ്റിക്സ് സ്കിൽസൊക്കെ വളരെ ബാഡാണ്, അവൾക്ക് തീരെ മാത്തമാറ്റിക്സിൽ കഴിവില്ല എന്നൊക്കെ പറയുകയാണ്. ഒരു കുട്ടിയെ പറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ പറ്റി ടീച്ചർ അങ്ങനെ പറയാൻ പാടില്ല, അതും ഒരു പാരൻറ്റിനോടും. സോ ഇതൊക്കെ ടാബൂസ് ആണ്, ഇതൊക്കെ റൂഡായിട്ടുള്ളൊരു വേ ഓഫ് സ്പീക്കിംഗ് ആണ്. അപ്പം പാരൻറ്റ് പറയുന്നു, ഓ ഐ നോ ഷീ ഈസ് ലവ്സ് യെറ്റ് മാത്തമാറ്റിക്സ്, എനിക്കറിയാം അവൾ മാത്തമാറ്റിക്സിൽ കുറച്ച് പുറകിലോട്ടാണ്. ദെൻ ടീച്ചർ പറയുകയാണ്, അവൾക്ക് സ്പെല്ലിങ്ങിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല, അവൾക്കൊരു അറിവുമില്ല. അപ്പോൾ പാരൻറ്റ് പറയുന്നു, സോ അതിന് അവൾ ഹോംവർക്ക് ചെയ്യുന്ന സമയം മുഴുവൻ ഞാൻ അവളുടെ അടുത്ത് ഇരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. ദെൻ ടീച്ചർ പറഞ്ഞു, യെസ് ഡു ദാറ്റ്, അതെ അങ്ങനെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ അവൾക്കൊരു ട്യൂട്ടറിങ് കൊടുക്കൂ. പാരൻറ്റ് പറയുകയാണ്, നോ വേ. ദെൻ ടീച്ചർ പറയുന്നു, ആയിക്കോട്ടെ, നിങ്ങളുടെ മകൾക്ക് ഒരു ഭാവിയുമില്ല, എന്തായാലും എനിക്കൊരു കാര്യമില്ല, ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്നു. സോ ഒരു ടീച്ചറും പാരൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ ആയിരിക്കരുത്. ഈ കോൺവെർസേഷൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ടാബു എന്ന്. കാരണം ഇവിടെ ടീച്ചറും പാരൻറ്റും അവർ വളരെ റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. ഇതാണ് ടാബു. അപ്പോൾ ഇവരുടെ ഈ വേ ഓഫ് സ്പീക്കിംഗ് ആണ് ടാബു എന്ന് പറയുന്നത്. പകരം നമുക്കങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ടീച്ചർ പറയുകയാണ്, നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പാരൻറ്റ് പറയുന്നു, ഐ എം ഫൈൻ, ഐ അണ്ടർസ്റ്റാൻഡ് യു വോണ്ട് ടു ടോക്ക് ടു മീ അബൌട്ട് മൈ ഡോട്ടർ. അപ്പോൾ ടീച്ചർ പറയുന്നു, യെസ്, എനിക്ക് അവളുടെ സ്റ്റഡി സ്കിൽസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പാരൻറ്റ് പറയുന്നു, ഐ എം നോട്ട് ഷുവർ ഐ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, അവളെ ചില സബ്ജക്ട്സിലൊക്കെ കുറച്ച് വീക്കാണ്. ഇവിടെ വളരെ സോഫ്റ്റായിട്ടാണ് ടീച്ചർ പറയുന്നത്. ആ പാരൻറ്റിനെ വിഷമിപ്പിക്കാത്ത തരത്തിൽ നല്ല രീതിയിലുള്ളൊരു സംസാരം നമുക്ക് കാണാം. പക്ഷെ നേരത്തെ പറഞ്ഞിരുന്നത് അവൾ മാത്തമാറ്റിക്സിൽ വളരെ വീക്കാണ്, അവൾക്ക് ഭാവിയില്ല, അങ്ങനെയുള്ളൊരു സംസാരമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ വളരെ പൊളൈറ്റായിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു സംസാരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പാരൻറ്റ് പറയുന്നു,
കുഡ് യു ഗിവ് മീ എൻ എക്സാമ്പിൾ പ്ലീസ്? വളരെ പൊളൈറ്റ് ആയിട്ടാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഗിവ് മീ എൻ എക്സാമ്പിൾ, വളരെ റൂഡായിട്ടാണ്. പക്ഷേ ഇവിടെ നമുക്ക് വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ കാണാം. ഇപ്പോൾ ടീച്ചർ പറയുന്നു അവൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ അവളുടെ മാത്തമാറ്റിക്സ് എബിലിറ്റീസിനെ കുറിച്ച് ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ പാരൻ്റ് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മാത്തമാറ്റിക്സ് അവൾ കുറച്ച് പുറകോട്ടാണ്, ദാറ്റ്സ് നോട്ട് വൺ ഓഫ് എ സ്ട്രോങ് പോയിൻറ്റ്സ്. അപ്പോൾ ടീച്ചർ പറയുന്നു അവളുടെ സ്പെല്ലിങ്സിലും കുറച്ചുകൂടി വർക്ക് വേണം, കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടി പരിശ്രമിക്കണം. അപ്പോൾ പാരൻ്റ് പറയുന്നു ഓക്കെ ഐ സി, ഇൻ ദാറ്റ് കേസ് നിങ്ങൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത്, അവളെ ഒന്ന് മെച്ചപ്പെടുത്താൻ എന്താണ് ടീച്ചർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നു അവളുടെ മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് ഒരു ട്യൂട്ടറിനെ വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പരിഗണിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ പാരൻ്റ് പറയുന്നു അത് നല്ലൊരു ഐഡിയ ആണ്, അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുകയാണ്. താങ്ക് യു വെരി മച്ച് എന്ന് പറയുന്നു. ദെൻ ടീച്ചർ പറയുന്നു യു വെൽക്കം, താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പോൾ ഈ കോൺവെർസേഷനിൽ വളരെ സോഫ്റ്റായിട്ടാണ്, വളരെ പൊളൈറ്റായിട്ടാണ് ടീച്ചറും പാരൻറ്റും സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ നേരത്തെയുള്ള കോൺവെർസേഷൻ ടാബുവിൻ്റെ എക്സാമ്പിളാണ്. ടെക്സ്റ്റിൽ 5 സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ടീച്ചറാണോ ഒരു ഫാദറാണോ പറഞ്ഞതെന്ന് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് സെൻറ്റൻസ്, ഷീ ടോക്സ് ടു മച്ച്, അവൾ വളരെയധികം സംസാരിക്കും. ഇത് ഒരു ടീച്ചറായിരിക്കും പറയുക. അടുത്ത സെൻറ്റൻസ്, ഷീ ഈസ് എ ബിറ്റ് ഓൺ ദ ടോക്കറ്റീവ് സൈഡ്, അവൾ കുറച്ചൊരു ടോക്കറ്റീവാണ്, വളരെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. അത് പറഞ്ഞിരിക്കുക ഫാദർ ആയിരിക്കും. നെക്സ്റ്റ്, ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഹർ വെൻ ഐ വാസ് ഹർ ഏജ്, അവളുടെ ഈ പ്രായത്തിൽ ഞാനും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതും ഫാദർ ആയിരിക്കും പറയുക. നെക്സ്റ്റ്, ദിസ് ഈസ് എ ഡിഫിക്കൽട്ട് ടൈം ഫോർ ഹർ, ഇപ്പോൾ അവൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സമയമാണ്. ഇത് ടീച്ചറായിരിക്കും പറയുക. അടുത്തത്, ഷീ റെഫ്യൂസസ് ടു ലിസൺ, അവൾ ശ്രദ്ധിക്കുന്നത് സമ്മതിക്കുന്നതേ ഇല്ല. ഇതും ഒരു ടീച്ചറായിരിക്കും പറയുക. നെക്സ്റ്റ് ഒരു പോസ്റ്റ് ലേണിംഗ് ടാസ്ക് ആണ്. ഇവിടെ കുറേ സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് റൂഡായിട്ടുള്ളത്, ടാബൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ടാബൂസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. താങ്ക് യു.